ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ദിവസം ഒരാൾ 100 മീറ്റർ നടക്കുന്നത് കൊണ്ടുള്ള ഫിസിക്കൽ പരമായിട്ടുള്ളതും അതുപോലെ മെന്റൽ പരമായിട്ടുള്ളതുമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഒരു മനുഷ്യൻ ശരാശരി ഒരു ദിവസം ഒരു 10,000 അടിയെങ്കിലും നടന്നിരിക്കണമെന്നാണ്. 10,000 അടി എങ്ങനെ പോയാലും ഒരു 8 to 10 കിലോമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഒരു ദിവസം ഒരു 8-10 കിലോമീറ്റർ എങ്കിലും ഒരു മനുഷ്യൻ നടന്നിരിക്കണമെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നടക്കുന്നത് ലോ ഇമ്പാക്ട് എക്സസൈസ് ആണ്. ഡെയിലി ഒരു 10-15 മിനിറ്റ് നടക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഫിസിക്കൽ ഹെൽത്തും അതുപോലെ മെന്റൽ ഹെൽത്തും ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ അധികം ആരും നടക്കാറില്ല. പണ്ടൊക്കെ എല്ലാവരും നടന്നായിരുന്നു ഓരോ സ്ഥലങ്ങളിലായിക്കോട്ടെ, ഇപ്പം ജോലി സ്ഥലത്തായിക്കോട്ടെ, പഠിക്കാൻ സ്കൂളുകളിലായിക്കോട്ടെ, ഇതിനെല്ലാം നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്നെല്ലാം വാഹനങ്ങളിലാണ് ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടക്കാത്തത് കൊണ്ട് ഒരുപാട് മെന്റൽ പരമായിട്ടുള്ളതും അതുപോലെ ഫിസിക്കൽ പരമായിട്ടുള്ളതും ഒരുപാട് ഇഷ്യൂസ് ഇന്നുള്ള ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം നടക്കുന്നത് കൊണ്ടുള്ള ഡെയിലി ഒരു 100 മീറ്റർ നിങ്ങൾ നടക്കുവാണെങ്കിൽ ആ 100 മീറ്റർ കൊണ്ട് നിങ്ങളെ ബോഡിക്ക് കിട്ടുന്ന മെന്റൽ പരമായിട്ടുള്ളതും അതുപോലെ ഫിസിക്കൽ പരമായിട്ടുള്ളതും ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ആദ്യം 100 മീറ്റർ ഡെയിലി നടക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഫിസിക്കൽ ഹെൽത്ത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒന്നാമത്തേത്, നമ്മൾ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് മെച്ചപ്പെടുന്നു. അപ്പം റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് നമ്മളെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും ഇപ്പം നമ്മളെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഫങ്ഷനൊക്കെ മെച്ചപ്പെടുത്താനും അത് സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കൂട്ടാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ എങ്കിലും പ്രായമായിട്ടുള്ള ആൾക്കാർ നടന്നിരിക്കണം. എങ്കിൽ അവരുടെ സന്ധികളുടെ മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായിരിക്കും. മൂന്നാമത്തത് വെയിറ്റ് മാനേജ്മെന്റ് ആണ്. ഡെയിലി 100 മീറ്റർ നടക്കുവാണെങ്കിൽ കലോറി ഡെഫിസിറ്റിന് സഹായിക്കുകയും അതുപോലെ വെയിറ്റ് മാനേജ് ചെയ്യാനും അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നാലാമതായിട്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി മെച്ചപ്പെടുത്തുന്നു. ഇപ്പം വെയിറ്റ് ബെയറിംഗ് പോലുള്ള നടക്കൽ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബെയറിംഗ് പോലുള്ള എക്സസൈസുകളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡെയിലി നടക്കുവാണെങ്കിൽ നമ്മളെ ബോൺസിന്റെ ഡെൻസിറ്റി മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ഓസ്റ്റിയോപൊറോസിസിന്റെ റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി ഒരു 100 മീറ്റർ നടക്കുന്നത് കൊണ്ടുള്ള ഫിസിക്കൽ ഹെൽത്ത് ഗുണങ്ങൾ. ഇനി മെന്റൽ ഹെൽത്ത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് സ്ട്രെസ് കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും സഹായിക്കുന്നു. അപ്പൊ നടക്കുന്നത് കൊണ്ട് നമ്മളെ മനസ്സ് ക്ലിയർ ആവുകയും അതുപോലെ എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയുകയും പിന്നെ ആങ്സൈറ്റി സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറയാനും സഹായിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ മൂഡ് മെച്ചപ്പെടുന്നു. ഇപ്പൊ റെഗുലറായിട്ട് നടക്കുന്നത് ഫീൽ ഗുഡ് എന്നറിയപ്പെടുന്ന എൻഡോർഫിൻ എന്ന ഹോർമോൺ റിലീസ് ആവുകയും അതുപോലെ നമ്മുടെ മൂഡ് ബൂസ്റ്റ് ആവുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് നമ്മളെ എനർജി ലെവൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡെയിലി നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു എനർജി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായിരിക്കും. നാലാമതായിട്ട് നമ്മളെ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. നമ്മളെ ഇപ്പോൾ ഡെയിലി നടക്കുന്ന ഒരാൾക്ക് നല്ല മെമ്മറി പവറും അതുപോലെ കോൺസെൻട്രേഷൻ പോലുള്ള വൈജ്ഞാനിക ഫങ്ഷൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇപ്പം പഠിക്കുന്ന ഒരാളായിക്കോട്ടെ, അപ്പൊ പഠിക്കുന്ന ഒരാൾക്ക് നല്ല മെമ്മറി പവറും അതുപോലെ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പഠിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രമേ തലയിൽ നിൽക്കത്തുള്ളൂ, അപ്പം മെമ്മറിയിൽ കയറത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കാനൊക്കെ സാധിക്കണമെങ്കിൽ ഡെയിലി നടക്കുന്ന ഒരാളെ കൊണ്ടേ സാധിക്കും. ഡെയിലി നടക്കുവാണെങ്കിൽ നമ്മൾ മെമ്മറി പവറും അതുപോലെ കോൺസെൻട്രേഷനൊക്കെ ആ ഒരു ഫംഗ്ഷനൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് 100 മീറ്റർ ഡെയിലി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ പരമായിട്ടും അതുപോലെ മെന്റൽ പരമായിട്ടും കിട്ടുന്ന ഗുണങ്ങൾ. അപ്പൊ ചിലർക്ക് ഡൗട്ട് കാണും, മോർണിംഗിൽ നടക്കുന്നതാണോ നല്ലത് ഈവനിങ്ങിൽ നടക്കുന്നതാണോ നല്ലതെന്ന് ചിലർക്ക് ഡൗട്ട് കാണും. കാരണം നമ്മൾ കാണുന്നത് മിക്കുള്ള ആൾക്കാരും രാവിലെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മിക്കുള്ള ആൾക്കാരും പറയുന്നത് എങ്ങനെ, രാവിലെ നടക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ പേഴ്സണൽ സ്കെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഡിപ്പെൻഡിങ് യുവർ പേഴ്സണൽ സ്കെഡ്യൂളാണ്. ഇപ്പം ജോലി ഉള്ളവരുണ്ട്, പല രാജ്യത്തും പല ജോലിയിലും പല ലൈഫ് സ്റ്റൈലും ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്നത്, ഒരു ദിവസം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നടക്കാൻ എപ്പോഴാണ് ടൈം കിട്ടുന്നത്, ആ ടൈമിൽ നിങ്ങൾ നടക്കും. അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല. ഇപ്പൊ രാവിലെയോ വൈകിട്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് രാവിലെ നടക്കാം, ഉച്ചയ്ക്ക് നടക്കാം, വൈകിട്ട് നടക്കാം. അത് നിങ്ങളെ പേഴ്സണൽ സ്കെഡ്യൂളാണ്. നിങ്ങളെ ജോലിപരമായിട്ടുള്ളോ അല്ലെങ്കിൽ പഠിത്തം ഇപ്പം സ്റ്റഡി പരമായിട്ടുള്ളോ അതൊക്കെ മാറ്റി നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്ന ആ ടൈമിൽ നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പൊ രാവിലെ നടക്കുന്നത് കൊണ്ട് മാത്രം ഗുണങ്ങൾ കിട്ടുമെന്നോ അല്ലെങ്കിൽ വൈകിട്ട് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടുന്നത്, അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങളെ പേഴ്സണൽ സ്കെഡ്യൂൾ പോലെ ഇരിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സ്ട്രീം ടെമ്പറേച്ചർ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ നടക്കാതിരിക്കും. ഇപ്പം ഉച്ചയ്ക്ക് ഒരു 11-12 മണിക്കൊക്കെ എന്ന് വെച്ചാൽ മാരകമായിട്ടുള്ള ചൂടാണ്. ആ ടൈമിലൊന്നും നിങ്ങൾ നടക്കാതിരിക്കുക. അത് നമ്മളെ ഹെൽത്തിന് നല്ലതല്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം നടക്കുന്ന ടൈമിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ ടയർഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റെസ്റ്റ് എടുക്കുക. ഒട്ടും ഇപ്പം നടക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇപ്പം ചിലർ കണ്ടിട്ട് നടക്കാൻ പറ്റത്തില്ലെങ്കിലും തീരെ വയ്യാഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ, ഇപ്പം നമുക്ക് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിക്ക് എന്തെങ്കിലും ഒരു ഫീൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വയ്യായ്മയൊക്കെ ഫീൽ ചെയ്യുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, മാക്സിമം റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ നടക്കുക. ആ ദിവസം പിന്നെ നടക്കാതിരിക്കുക. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രായമായിട്ടുള്ള ആൾക്കാർ ഡെയിലി നടന്നിരിക്കണം. ഡെയിലി നടന്നില്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. മെന്റൽ പരമായിട്ടുള്ള ഇഷ്യൂസ് കുറവായിരിക്കും, പക്ഷേ ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ ഡെയിലി നടക്കാൻ ശ്രമിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.